ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാം, പക്ഷേ നെക്ക് വരുമ്പോൾ പാളിപ്പോവാണ്, നെക്കിൻ്റെ ഡിസൈൻ ഒന്നും വരയ്ക്കാൻ അറിയുന്നില്ല, നെക്ക് പാറ്റേൺ വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റും ക്യാൻവാസൊക്കെ യൂസ് ചെയ്തിട്ട്, പക്ഷേ പാറ്റേൺ വരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഞാനിവിടെ എനിക്ക് വേണ്ട നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 1.25 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ആ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെ സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിൽ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഇവിടെയാണ് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ചെരിച്ചു സ്കെയിൽ ഇതുപോലെ ചെരിച്ചു വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഫ്രഞ്ച് കർവ് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഭംഗിയായിട്ട് വരച്ചെടുക്കാം. വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഭംഗിയായിട്ട് ഈ വരച്ചേക്കടെ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഈ ഒരു കോൺ പോലത്തെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ട നെക്ക് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നെക്ക് പാറ്റേൺ നോക്കാം. അതിനായിട്ട് ഈ ഒരു അടിയിൽ നിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 2 ഇഞ്ച് വരണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തിരിക്കണേ. ഇനി അത് ഭംഗിയായിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ ആ ഒരു ഷേപ്പ് ഭംഗിയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ വരച്ച ഈ ഒരു ഷേപ്പിലൂടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. അങ്ങനെ ഈ ഒരു പാറ്റേണും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത നെക്ക് പാറ്റേൺ നോക്കാം. അപ്പം നെക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് ഞാനിവിടെ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് ഞാനൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 2.25 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് എടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രഞ്ച് കർവിനെ ഈ ഒരു പാറ്റേണിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേക്കടെ തന്നെ അങ്ങ് വരച്ചു പോവാം. അങ്ങനെ ദേ ഈ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് ഈ ഒരു ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനായാലും വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ ഈ ഒരു നെക്ക് പാറ്റേൺ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രഞ്ച് കർവിനെ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ ഇതേ ഷേപ്പ് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് നോക്കാം.
ആലിയ കട്ട് ടോപ്പ് അതുപോലെ തന്നെ പെപ്ലം ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വി തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത ഷേപ്പിൽ നമുക്ക് കിട്ടിട്ടോ. അപ്പം ഇങ്ങനെയാണ് നെക്ക് പാറ്റേൺ വരുന്നത്. അപ്പം ഇത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ എളുപ്പമല്ലാത്തവർക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.